മികവുറ്റ സെലക്ഷനുകൾ, അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ. സൻഹ ഫാഷൻ, തിരൂർ. നമസ്കാരം. വെട്ടം ടെലിവിഷൻ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷക്കാലം MLA-യും മന്ത്രിയുമായിരുന്ന വി. അബ്ദുറഹിമാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കിയിട്ടില്ലെന്ന് UDF തിരൂർ മണ്ഡലം കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. UDF സ്ഥാനാർത്ഥി കുർക്കോളി മൊയ്തീൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയും LDF-ഉം തികച്ചും തെറ്റായ സംഗതികൾ പ്രസ്താവിച്ച് അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു പത്രസമ്മേളനം നടത്തി അത് ഞങ്ങൾ കാണുകയുണ്ടായി. ബഹുമാനപ്പെട്ട UDF-ൻ്റെ സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീൻ സാഹിബിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വമ്പിച്ച സ്വീകാര്യതയിൽ അസ്വസ്ഥരായിക്കൊണ്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. അത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ളതും തികച്ചും കളവായിട്ടുള്ളതുമാണ്. അത് ജനങ്ങളെ ബോധിപ്പിക്കുന്നതിനും വിശദീകരണം തരുന്നതിനും അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുന്നതും അതുപോലെ തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീൻ സാഹിബിന് വോട്ട് അഭ്യർത്ഥിക്കുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ജനാധിപത്യങ്ങളുടെ ഭൂരിപക്ഷം പരിശോധിച്ചാൽ കേരളത്തിൻ്റെ പൊതുസമൂഹം ഈ സർക്കാർ ഇടപെടുന്ന കാര്യത്തിൽ സർക്കാരിനോട് കടുത്ത പ്രതിഷേധമുണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. തിരൂരിലെ അസംബ്ലി മണ്ഡലത്തിലുള്ള പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, അവിടെ ലഭിച്ച സീറ്റുകൾ, അവിടെ വെച്ച ഭൂരിപക്ഷങ്ങൾ എല്ലാം പരിശോധിച്ചാൽ ഇത് വളരെയധികം സമൂഹത്തിൻ്റെ, നാടിൻ്റെ, ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധമാണ്. ഞങ്ങളും അവരും കണക്കാക്കാത്ത രീതിയിലുള്ള ഭൂരിപക്ഷം ഉണ്ടായത്. ആ ഭൂരിപക്ഷം ഞങ്ങൾക്ക് നേടിത്തന്ന രാഷ്ട്രീയ സാമൂഹിക പരിസരം ഇന്നിവിടെ നിൽക്കുകയാണ്. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷം കൂടുതൽ അവരുടെ പ്രസ്താവന കൊണ്ട്, അവരുടെ പ്രവർത്തനം കൊണ്ട് കൂടുതൽ ദുർബലമാവുകയും പാർട്ടിക്കാർക്ക് പോലും ന്യായീകരിക്കപ്പെടാൻ കഴിയാത്ത രീതിയിൽ പ്രവർത്തിക്കുവാൻ ഞങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പരാതി എന്ന് പറയുന്നത്, ഞങ്ങൾ താനൂരിൽ ഇവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നാണ്. അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. കാരണം അദ്ദേഹം വന്നത് എന്തിനാണെന്നൊരു ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് CPM ആണ്. അങ്ങനെ വന്നാൽ പകരം അവിടെ ആര് വന്നു എന്നതും വലിയ പ്രസക്തമാണല്ലോ. താനൂരിൽ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതു ഘടകത്തിൽ നിന്നാണ്, ഏതു സംവിധാനത്തിൽ നിന്നാണ്. ഒരു പാർട്ടിയിൽ ഒരാൾ മത്സരിക്കുന്നത്, പാർട്ടി നേതാവാകുന്നതൊക്കെ എത്രയോ വർഷമായി ആ നാട്ടിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ കൂടെ നിന്നിട്ടാണ്. അങ്ങനെയാണ് മെമ്പർമാരാകുന്നത്, പാർട്ടി നേതാവാകുന്നത്. ചിലപ്പോൾ ഒക്കെ അപ്പുറത്ത് മത്സരിക്കുന്ന ആളുകൾ ഇപ്പുറത്ത് മത്സരിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു കാറ്റഗറി ഇല്ലാത്ത ഒരാൾ വന്ന് മത്സരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടി സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ ദുർബലമാണെന്ന് എല്ലാവർക്കും അറിയാം. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നെ പറഞ്ഞത് അബ്ദുറഹിമാൻ അവിടെ മത്സരിക്കാൻ അവകാശമുണ്ട്, ഇവിടെ മത്സരിക്കാൻ അവകാശമുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടി തീരുമാനങ്ങൾക്ക് അതീതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ 2-3 കാര്യം, ഒന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി, മറ്റൊന്ന് ഇന്ന് ലഭ്യമാകുന്ന UDF-ൻ്റെ ഒരു വലിയ രീതിയിലുള്ള പ്രവർത്തനം. അതിൻ്റെ ഇടയിൽ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? നിങ്ങൾക്കറിയാം, ഞങ്ങളിത് പറയുമ്പോൾ സ്വാഭാവികമായും ചർച്ച ചെയ്യണ്ടേ. ഇദ്ദേഹം വളരെ മിടുക്കുള്ളവനാണ്, കേമനാണ്, ഒരുപാട് വികസനം ചെയ്യുന്നു പറയുമ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ MLA പരിശോധിക്കപ്പെടും. അങ്ങനെ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ വികസനം എന്താണ് ഞങ്ങൾ പരിശോധിക്കും. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ആളുകൾ എന്തെല്ലാമാണ് ചെയ്തത്? 36 പ്രോജക്റ്റുകളാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചത് താനൂരിൽ. ആ താനൂരിലെ വളരെ മേജറായ എന്ന് പറഞ്ഞാൽ താനൂർ മണ്ഡലത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും ഈ പരിസര പ്രദേശം ആകെ ചർച്ച ചെയ്യപ്പെട്ട എത്രയോ വികസനങ്ങളുണ്ട്. അതൊക്കെ പാതി വഴിയിൽ പോലും എത്താതെ നിൽക്കുകയാണ്. കുടിവെള്ളത്തിൻ്റെ കാര്യം, റോഡുകളുടെ കാര്യം, കോളേജിൻ്റെ കാര്യം, മറ്റെല്ലാ അനുബന്ധമായ കാര്യങ്ങളും. ഇപ്പോൾ അദ്ദേഹം വരുമ്പോൾ നാട്ടുകാരുടെ ഒരു സംസാരമാണ്, എന്തിനാണ് ഇദ്ദേഹം പോകുന്നതെന്നാണ്. അങ്ങനെ ഒരു നല്ലത് ചെയ്താൽ അവിടെ തന്നെയല്ലേ നിൽക്കേണ്ടത്? രാഷ്ട്രീയമായ ഒരു മര്യാദയല്ലേ ചെയ്യേണ്ടത്? രാഷ്ട്രീയമായ ഒരു കടപ്പാടല്ലേ നിർവഹിക്കേണ്ടത്? അതിന് പകരം ഇവിടെ വന്നിട്ട്
പകരം തരക്കേടില്ല ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ആ തരത്തിൽ. ഞാൻ പലപ്പോഴും നമുക്കുണ്ടല്ലോ ഇടതുപക്ഷത്തിൻ്റെ സ്നേഹിതന്മാരൊക്കെ അവർ പോലും പറയുന്നത് ഞങ്ങളറിയില്ല എന്നാണ്. നമ്മുടെ എല്ലാ സ്ഥാനം ഇവിടെ ഇടതുപക്ഷം എന്നാലും ഞങ്ങൾക്കും അറിയാം, കുറുക്കോളിൽ അവർക്ക് എല്ലാവർക്കും അറിയാം. ജനാധിപത്യം ഇങ്ങനെ ഈ രീതിയിൽ പോകുന്നത് തന്നെ വലിയ അപകടം ഉണ്ടാക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ അതിൽ കടന്നൊന്നും പറയും. ഞാനിപ്പോഴും അത് പേരുടെ ഏതാ പ്രോജക്റ്റിൽ ഒന്നും പറയേണ്ട കാര്യമില്ല. ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാം അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ ഞങ്ങളെക്കുറിച്ചൊരു പരാതി നിങ്ങൾ പറയും. അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു പരാതി, അദ്ദേഹം അത് ചെയ്ത് അങ്ങനെ പറയും. ഞാൻ ഇന്നും നിങ്ങളോട് ചോദിക്കുന്നത്, അദ്ദേഹം ഇവിടെ MLA ആയി വന്ന ഉടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ തുഞ്ചൻ പറമ്പിൽ വെച്ച് വിശാലമായൊരു സമ്മേളനം, ഒരു പ്രസംഗിച്ച് ഒഴിയുന്ന സമ്മേളനമല്ല, ഓരോരുത്തരുടെ അഭിപ്രായങ്ങളുണ്ടായി, അവരുടെ കാഴ്ചപ്പാട് ക്രോഡീകരിച്ച് പദ്ധതികളുണ്ടാക്കി, അതിന് പ്രയോറിറ്റി തീരുമാനിച്ചു. അത് തീരുമാനിക്കുന്നിടത്തെല്ലാം നിങ്ങളുമുണ്ട്, പത്രക്കാരുണ്ടല്ലോ, എല്ലാവരും ഉണ്ട്, CPM ഉണ്ട്, എല്ലാ പാർട്ടിക്കാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവിടങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യക്കുറവോ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് താല്പര്യമുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിൻ്റെ താഴ്ത്തി വെച്ചതുകൊണ്ടൊന്നുമില്ല. ഒരിക്കൽ പോലും അങ്ങനെ ഒരു പരാതി പറയാൻ ആർക്കും എവിടെയും പോയി പറയാൻ കഴിയാത്ത വിധമുള്ള തൻ്റെ പൊതുജീവിതം വിശുദ്ധമാക്കിയിട്ടുള്ള ഒരാൾ തന്നെയാണ് കുറുക്കോളി. അതുകൊണ്ട് ഇതിങ്ങനെ പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത് ഞങ്ങൾ പറയും, ഞാൻ എപ്പോഴും പറയുന്നില്ല, അത് അവർ താന്നുക തന്നെ പരിശോധിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിന് ഈ നല്ല സംസ്കാരം രാഷ്ട്രത്തിൻ്റെ നായകന്മാർ നമ്മൾ കയ്യിലേൽപ്പിച്ച ഏറ്റവും നല്ല സംഗതിയാണ്. ഇതിൻ്റെ തർക്ക വിതർക്കങ്ങൾ ഒരു കാലഘട്ടത്തിൽ ജനാധിപത്യ സംവിധാനത്തിന് പ്രയാസം ഉണ്ടാക്കരുത്. അപ്പോൾ അതുകൊണ്ട് അതിലെ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്നത്, അതിൻ്റെ പ്രചാരണങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മാതൃകാപരമാവണം, നാളത്തെ ഒരു സമൂഹം അനുകരിക്കപ്പെടാനുള്ളതാവണം എന്നതുകൊണ്ട് തിരൂരിൻ്റെ വലിയ പാരമ്പര്യം എല്ലാ തെരഞ്ഞെടുപ്പിലും ഏറെ മര്യാദയോടുകൂടിയാണ് നമ്മളൊക്കെ വർത്തിച്ചത്. ഇനിയും അങ്ങനെ തന്നെയാണ്, നിങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷേ പറയാനില്ല വരുമ്പോൾ പറയുന്നത് പോലും നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പൊതുവായി ഇടതുപക്ഷത്തിനോടുകൂടി പറയാൻ. മികവുറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ. സൻഹ ഫാഷൻ, തിരൂർ.